ഹലോ ഗായ്സ്, സോ നമ്മൾ ഇന്ന് പാലക്കാട് പോവാണ്. ഇന്ന് എറണാകുളത്ത് നിന്ന് പാലക്കാട് പോവാണ് സച്ചിന്റെ കല്യാണത്തിന്. അപ്പൊ ഇനി പാലക്കാട് ചെന്നിട്ട് കാണാം. ഇവിടെ എല്ലാവരും ഉണ്ട്. ശ്രീരാജ് ഉണ്ട്, ആൻസി ഉണ്ട്, പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെന്താ, പിന്നെ മെയിൻ ആഷിന ഉണ്ട്. ആഷിന ഫുൾ ട്രിപ്പ് മോഡിലാണ്. വലിയ ബാഗില് ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് വന്നേക്കണം. വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആൽബിൻ. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. കന്നി യാത്ര ആഘോഷിക്കുന്ന ശ്രീരാജിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ. ദേവിയും കൂടി ഉണ്ട്. ദേവി വന്നിട്ട് ദേവിയെ കാണിക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? എക്സൈറ്റഡ് ആണോ? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പിക്കാച്ചോ തൃശ്ശൂർ എത്തി. ഇനി തൃശ്ശൂർ ഞങ്ങൾ ഇങ്ങ് എടുക്കുക. ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ഇവൻ കിടന്നുറങ്ങുന്നുണ്ടോ? ഇരിക്കണ സ്ഥലം നോക്ക്. നമ്മളങ്ങനെ സച്ചിന്റെ നാട്ടിലെത്തി. ഇനി സച്ചിൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. കല്യാണ ചെറുക്കൻ സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. സീനായി. ഇനി ഉത്തരവാദിത്തമുള്ള ചെറുക്കനായി. ഞങ്ങള് ഫ്രഷ് ആവാനായിട്ട് പോകും. സച്ചിൻ നമ്മളെ വന്ന് കണ്ടു. സനൂപ് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. സനൂപ് കളിയാക്കും. ചേരണമെന്നാ പറഞ്ഞത്. ഇല്ല, സനൂപിനെ കൂട്ടില്ല. എവിടെ പറഞ്ഞത്? സച്ചിന്റെ നാട്. നമ്മൾ ഫ്രഷ് ആവാൻ വന്നതാണ്. സച്ചിനെ കണ്ടു. ഇപ്പൊ നമ്മളിപ്പോ ഫ്രഷ് ആവാൻ പോവാണ്. ഫ്രഷ് ആവാൻ പോയിട്ട് വൈകുന്നേരം സച്ചിന്റെ വീട്ടിലോട്ട് പോകും. പട്ടണത്തിൽ നിന്ന് വരുന്ന ദുർഗാനഗറിലെത്തി. നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. പാലക്കാടിന്റെ പച്ചപ്പിനെ പറ്റി 2 വാക്കുകൾ പറയാം. നല്ല പച്ചപ്പുണ്ട്. അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? തൊടുപുഴ ഇതുപോലെ ഒരെണ്ണം പണിതാലോ? നമുക്ക് പണിയാം. സെറ്റ് കാണിച്ചിരാം ഗൈസ്. അരു, ഇത് മേടിച്ചാലോ? അരു നിക്കണോ? റീച്ച് ആയിട്ട് വേണം. പൈസ കൊണ്ട് നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. എത്ര സബ്സ്ക്രൈബേഴ്സ്? 1 മില്യൺ. ഏത് കാലം കുറയരുത്. അത് കുറയില്ല. ഹോം ടൂർ ആക്കിയാലോ? ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് ആൻസി. ഓക്കെ. ഇത് ദേവിക. ഇത് ഞാൻ. ഞങ്ങളുടെ അടുത്ത പുതിയ റൂം. ഓക്കെ. നമുക്ക് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് വേണ്ടതുകൊണ്ട് ഈ വലിയ റൂം നമ്മൾ സെലക്ട് ചെയ്യും. ബ്രഷ് ഉണ്ടോ? പല്ല് തേക്കാലോ? എത്ര ബ്രഷ് ഉണ്ട്? ഇതാണ് സച്ചിൻ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ അറേഞ്ച് ചെയ്തെന്ന വീട്. ഹോം സ്റ്റേ. ഞാൻ എല്ലാരും കാണിച്ചുതരാട്ടോ. ഇവൻ അപ്കമിങ് യൂട്യൂബർ. ഹലോ ഗായ്സ്. ആണോ? ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. ഇങ്ങനെയാണോ പറയാൻ? അപ്പോ എന്ത് പറഞ്ഞാലും അപ്പോ ഇച്ചിരി കൂടുതലാലോ? അതെ, അതോ വാക്കൊന്നും കിട്ടാത്തോണ്ടാ. ഒന്നും കിട്ടാത്ത വേറെ സെറ്റപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈം വ്ലോഗ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു വിയർഡ് ഫീലിന് തോന്നും. അതെ, ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബിക്കോസ് ഇങ്ങനെ ചെയ്താലും നമ്മള് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കും. വളർന്നു വരുന്ന ഒരു യങ് യൂട്യൂബർ ആണ്. എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഇവൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ട്രോൾ ചാനൽ.
എന്നിട്ട് ആ ചാനലിൽ നിന്ന് കയറി എന്റെ ചാനലിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നല്ല കമന്റ് ചെയ്യും. ആകെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് ഞാൻ, ഒന്ന് കമന്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി, ആളവിടെ കാണും. അത് കൊള്ളാം. അപ്പൊ ആ വ്ലോഗ് എടുത്ത് നോക്കാൻ എടുത്തു വരാം. അതെ. പിന്നെ ഇനി എനിക്ക് പുതിയതായിട്ട് വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ആദ്യമൊക്കെ ഭയങ്കര വിയർഡായിട്ട് ഫീൽ ചെയ്യും. കാര്യം ചുറ്റുമുള്ള കുറെ പേര് നമ്മളെ കളിയാക്കും. നമ്മുടെ ചാനൽ ആര് കാണാനാ, ദൈവനെ പോലെ പറയും, നമ്മുടെ ചാനൽ ആര് കാണാനാ, ആര് മൈൻഡ് ചെയ്യാനാ, ഇതൊന്നും മൈൻഡേ ചെയ്യണ്ട. ഇത് തന്നെ ഇപ്പൊ ഞാൻ എടുക്കുന്നത് കുറേ വട്ടം ട്രൈ ചെയ്ത് തൃശ്ശൂരുള്ള ഏതോ ഒരു ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കുക ഞാൻ എന്ത് പറയും. എനിക്കാണൊന്നും ഭയങ്കര വിയേർഡ് ഫീലിംഗ്. യുനോ, നമുക്ക് ആദ്യമായിട്ട് പുറത്തിറങ്ങി വ്ലോഗ് ചെയ്യുമ്പോൾ ഒരു വിയേർഡ് ഫീലിംഗ് തോന്നില്ലേ, അതെനിക്ക് ബസ്സിലിരുന്നപ്പോ തോന്നി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇനി എന്ത് പറയാം. അതാണെങ്കിൽ ആ സമയത്ത് എന്റെ മുഖമൊക്കെ ഭയങ്കര വല്ലാണ്ട് ബോറായിട്ടായിരുന്നേ. മുഖമൊക്കെ വല്ലാണ്ട് ബോറായിട്ട്, കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വ്ലോഗ് ചെയ്യാന്ന് പറയുമ്പോ ആരും കേൾക്കുന്നില്ല. കാര്യം എന്റെ വ്ലോഗ് ആര് കാണാനാ, ഞാൻ എന്താ പറയണേ. ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ മാറത്തുള്ളൂ. അത് തന്നെ. രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് 4 മണിക്ക് റൂമിൽ വന്നു. കിടന്നുറങ്ങുമ്പോ തന്നെ, ഫുഡും കഴിച്ച് കിടന്നുറങ്ങുമ്പോ തന്നെ 7 മണി. എന്നിട്ട് ഞങ്ങള് 10 മണിക്ക് അലാം വെച്ചു. എന്നിട്ട് 7:30 7:45 വരെ ഞാൻ ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് ഒരു 8 മണിയായപ്പോഴേക്കും കിടന്ന് 10 മണിക്ക് അലാം അടിച്ചു എഴുന്നേറ്റു. ആ 2 മണിക്കൂർ ഇറങ്ങി. പിന്നെ ഞങ്ങള് 11:30 കാക്കനടത്തി. 11:30 കാക്കനടത്തി ഞങ്ങള് കുറെ കടയിൽ കയറി. ലാസ്റ്റ് ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങളൊരു ചിക്കൻ കുബൂസും വാട്ടർമെലോൺ ജ്യൂസും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയിലാണ് നമ്മൾ ശ്രീരാജിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഞാനും ശ്രീരാജും ആശ്ലയും കൂടെയും ബസ്സിൽ കയറി. വാഴക്കാലം എത്തിയപ്പോഴേക്കും ആൻസിയും അരും ദേവും കൂടി ആ സെയിം ബസ്സിൽ കയറി. പിന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ആൽബിനുമായിട്ട് കണ്ടുമുട്ടി. ഞങ്ങൾ എല്ലാവരും കൂടി ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിനിൽ ഒരു 1:45 കയറി. 3 മണി ആയപ്പോഴേക്കും തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോ ആ ശക്തൻ ഏത് ബസ് സ്റ്റാൻഡാണെന്ന് എനിക്കറിയില്ല, അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്കൊരു കട കണ്ടു. ആ കടയിൽ കയറിയിട്ട് ഞങ്ങൾ എല്ലാവരും ഓറഞ്ച് ജ്യൂസും പരിപ്പോടെയും പഴംപൊരിയും തിന്നു. ദേവ് വരും ഞങ്ങൾക്ക് ലേസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സച്ചിന്റെ നാട്ടിൽ വന്ന് സച്ചിൻ അറേഞ്ച് ചെയ്ത ഹോം സ്റ്റേയിൽ വന്നിട്ട് ഫ്രഷായി റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഇനി സച്ചിന്റെ വീട്ടിലോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് നാളെ കല്യാണം കൂടി തിരിച്ചു പോകണം. ഇതാണ് 2 ദിവസത്തെ പരിപാടി. എന്താ ആണോ? നിങ്ങൾ എന്താ പറയുന്നേ? ഞങ്ങൾ എല്ലാവരും സച്ചിന്റെ വീട്ടിലോട്ട് പോവാൻ തുടങ്ങണം. ഒരു തരത്തിൽ കോഴി മാത്രം മതി. നോക്ക്